ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്വാഗതം. ഇന്നലത്തെയും ഹിന്ദു ന്യൂസ് പേപ്പേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുമ്പോൾ വോട്ടേഴ്സ് ബ്രേവ് ഹീറ്റ് വേവ് ഫസ്റ്റ് ഫേസ് ഹാസ് ഓവർ 62% ടേൺ ഔട്ട് എന്നാണ്. ജനാധിപത്യത്തിന്റെ ഉത്സവം, ഫെസ്റ്റിവൽ ഓഫ് ഡെമോക്രസി എന്നറിയപ്പെടുന്നതാണ് ഇന്ത്യയുടെ ഇലക്ഷൻസ് എന്നും. അപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യ ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു വിളിപ്പേര് ഇന്ത്യക്കുള്ളത്, അല്ലെങ്കിൽ മദർ ഓഫ് ഡെമോക്രസി എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇന്ത്യയുടെ 18ാമത് ലോക്സഭ, അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കണം. എത്രാമത്തെ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ് നടക്കുന്നത്? 18th ലോക്സഭയിലേക്കുള്ള ഇലക്ഷനാണ് നടക്കുന്നത്. ഒരു പക്ഷേ അല്ല, ഓൾമോസ്റ്റ് 100% ഷുവർ ആണ്. ഇന്ന് നിലവിൽ ഉള്ള ലോക്സഭയുടെ എണ്ണം, ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 540 ആണ്. 550 ആണ് മാക്സിമം, പക്ഷെ 540 ആ ഒരു റേഞ്ചിലായപ്പോൾ ഉള്ളത്. ഇത് ഇത്രയും നമ്പർ ഓഫ് ലോക്സഭാ മെമ്പേഴ്സുമായിട്ട് നടക്കുന്ന ലാസ്റ്റ് ലോക്സഭ ഇലക്ഷൻ ആയിരിക്കും ഇത്. കാര്യം 2026 ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞ ഒരു പ്രോസസ് നടക്കുന്നുണ്ട്. ഡീലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ ജനസംഖ്യ ആനുപാതികമായിട്ട് നമ്മളുടെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെയോ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസീസിന്റെ ഒക്കെ എണ്ണം അഡ്ജസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഡീലിമിറ്റേഷൻ. അപ്പം ആഫ്റ്റർ 2026 there will be delimitation exercise, and after that the number of Lok Sabha constituencies in India will be substantially increased, എസ്പെഷ്യലി നോർത്തേൺ ആൻഡ് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ. ആ ഏരിയയിൽ ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പോപ്പുലേഷൻ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ലോക്സഭാ സീറ്റുകളിലാണ് ഈ 550 എന്നൊക്കെ ഉള്ളത് ഇപ്പോൾ ഒരു 800 ഒക്കെ ആയിട്ട് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇൻ നെക്സ്റ്റ് ലോക്സഭ ഇലക്ഷൻ, 2029 ലോക്സഭ ഇലക്ഷൻ. ദാറ്റ് മീൻസ് 19th ലോക്സഭയിൽ ഇപ്പം വരാൻ പോകുന്ന ഇലക്ഷൻ എന്താണ്? ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇലക്ഷൻ എന്താണ്? 18th ലോക്സഭ. അതിന്റെ ഫസ്റ്റ് ഫേസ് ആണ് ഇന്നലെ കഴിഞ്ഞു. ഇന്നലെ തമിഴ്നാട്ടിലേക്ക് കംപ്ലീറ്റ് ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞു. 39 ലോക്സഭ സീറ്റ്സ് ആണ് തമിഴ്നാട്ടിലുള്ളത്. അവിടുത്തെ ഫുൾ ഇലക്ഷനും ഇന്നലെ കഴിഞ്ഞു. പക്ഷെ വേറെ പല സ്റ്റേറ്റുകളിലും 4ഉം 5ഉം സീറ്റുകളിലൊക്കെയാണ് ഇലക്ഷൻ നടന്നത്. കേരളത്തിൽ നമ്മൾ ഇലക്ഷൻ വോട്ട് ചെയ്യാൻ പോകുന്നത് അടുത്ത ആഴ്ചയാണ്, 26th ഏപ്രിലാണ്. അപ്പം അതാണ് ഫ്രണ്ട് പേജിലെ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത്. ഇനി താഴോട്ട് വരുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ന്യൂസ് പിന്നെ ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ. എക്സ്പ്ലോഷൻ സ്ട്രോക്ക് ഇറാൻ, US മീഡിയ റിപ്പോർട്ട്സ് ഇസ്രായേലി ഹിറ്റ്സ് എന്ന് പറയുന്ന ഒരു ന്യൂസ്. നമുക്കറിയാം, നമ്മളത് പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഞാൻ ഈ ഇടയ്ക്ക് ബിജു നായർ ഫാക്ട് ചെക്സ് എന്ന് പറയുന്ന എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഇറാനും ഇസ്രായേലും തമ്മിലൊരു വാർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇഫ് ദാറ്റ് വാർ ഹാപ്പൻസ്, വാട്ട് വിൽ ബി ദ റിപ്പർക്കഷൻസ് ഫോർ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇട്ടത് അതിൻ്റെ അകത്ത്. അപ്പോൾ ഇറാൻ ഇപ്പോൾ ഈ ഇടയ്ക്ക് ഇസ്രായേലിനെ അടിച്ചിരുന്നു, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അറിയാം, ഞാൻ പറഞ്ഞുകൊണ്ട് ഇറാന്റെ എംബസിയിൽ, സിറിയയിലെ ഇറാന്റെ എംബസിയിൽ അറ്റാക്ക് നടത്തി. അവരുടെ ചില കമാൻഡേഴ്സ് മരിച്ചു, അല്ലാതെ കുറച്ച് കാഷ്വാലിറ്റീസ് ഒക്കെ ഉണ്ടായി. അതിനുശേഷം തിരിച്ച് ഡ്രോൺസും മിസൈൽസും ഒക്കെ ഉപയോഗിച്ച് ഇറാൻ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു. ആളപായമൊന്നും ഉണ്ടായില്ല. തിരിച്ച് ഇന്നലെ ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തു. റീറ്റാലിയേറ്ററി അറ്റാക്ക്. അത് ആളപായമൊന്നും അതിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്തായാലും ഇറാൻ പറഞ്ഞേക്കുന്നത് ഞങ്ങൾ റീസ്ട്രെയിൻ കാണിക്കും, ഞങ്ങൾ തിരിച്ചടിക്കാൻ പോകുന്നില്ല എന്നാണ്. വെസ്റ്റ് ഏഷ്യയിൽ വലിയൊരു യുദ്ധം ഉണ്ടാവാൻ ഞങ്ങൾക്ക് താല്പര്യമുള്ള എന്നുള്ള രീതിയിലാണ് ഇപ്പൊ ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ന്യൂസ് എന്ന് പറയുന്നത്. ഇറാന് ഇസ്രായേൽ ഇന്നലെ തിരിച്ചടിച്ചു. ഓക്കെ, പക്ഷെ അത് ഇറാൻ ഡിനൈ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയോ ഒന്നും ഇന്നലെ കൺഫേം ചെയ്തിട്ടില്ല. ഇബ്രാഹിം റൈസിയാണ് ഇറാന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് വേറെ ന്യൂസ്. പിന്നെ ഇത് രണ്ടും ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട 2 ന്യൂസുകളാണ് നമുക്ക് വേണ്ട. നെക്സ്റ്റ് പേജിൽ പോകുമ്പോ നെക്സ്റ്റ് പേജില് അതായത് ഹിമാചൽ പ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ സുഖ്വീന്ദർ സിംഗ് സുഖുവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയി കാണാം. അതായത് ഹിമാചൽ പ്രദേശിലൊക്കെ കോൺഗ്രസ് ഗവൺമെന്റ് ആണ്. കോൺഗ്രസ് ഭരിക്കുന്ന 2-3 സ്റ്റേറ്റുകൾ ഇന്ത്യയിലുള്ളത്. ഹിമാചൽ പ്രദേശ് വേർന്ന് തെലങ്കാന, വേർന്ന് കർണാടക. അപ്പൊ ഹിമാചൽ പ്രദേശിലെ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ അവരുടെ ഈ ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത വെൽഫെയർ ആക്ടിവിറ്റീസ് നോക്കിയിട്ട് കോൺഗ്രസ് നോട്ട് ചെയ്യണമെന്നൊക്കെ അദ്ദേഹം ആവശ്യപ്പെട്ടേക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹം കോൺഗ്രസ്സുകാരാണ്, അദ്ദേഹം അങ്ങനെ ആവശ്യപ്പെടും. സുഖ്വീന്ദർ സിംഗ് സുഖു, ഹിമാചൽ പ്രദേശിലെ ചീഫ് മിനിസ്റ്റർ. ഈ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ന്യൂസ് ആണ്. യെസ് ബാങ്ക് കോ ഫൗണ്ടർ റാണ കപൂർ സെക്യൂർസ് ബെയിൽ, വാക്ക് ഔട്ട് ഓഫ് ജയിൽ എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. യെസ് ബാങ്ക് നിങ്ങൾ എല്ലാവരും ഒരു പക്ഷേ കേട്ടിട്ടുണ്ടായിരിക്കാം. ഞാനിപ്പോ ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിന് അടുത്തുള്ള ഈ സ്ഥലത്ത് നമുക്ക് ഒരു യെസ് ബാങ്കിന്റെ ബ്രാഞ്ചോ കാണാൻ പറ്റും. സെക്രട്ടറിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പൊ യെസ് ബാങ്ക് ഈസ് എ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്, പക്ക ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. റാണ കപൂറും വേറൊരാളും കൂടെ ചേർന്ന് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ റാണ കപൂറും അയാളുടെ ഫാമിലിയും അതിൻ്റെ അകത്ത് കുറേ സ്കാം നടത്തി. അങ്ങനെ റാണ കപൂറിനെ ഈ യെസ് ബാങ്കിന്റെ ബോഡിയിൽ നിന്ന് തന്നെ പുറത്താക്കി അയാളെ പിടിച്ച് ജയിലിൽ വിട്ടു. CBI കേസൊക്കെ ഉണ്ടായി. അപ്പം പിന്നീട് യെസ് ബാങ്ക് പൊളിഞ്ഞു പോകുന്നൊരു അവസ്ഥ വന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പിന്നെ അതിന്റെ മേജർ ഷെയർസ് ഒക്കെ ബൈ ചെയ്ത്
ഇപ്പൊ SBIയുടെ കയ്യിലാണ് മേജർ ഷെയർ യെസ് ബാങ്കിന്റെ. എന്നിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ ഒരു ജനറൽ മാനേജറിനെ അതിന്റെ ഹെഡായിട്ട് അപ്പോയിന്റ് ചെയ്ത് അവരിപ്പോൾ രക്ഷപ്പെടുത്തിയെടുത്ത് ഇപ്പൊ യെസ് ബാങ്ക് ഈസ് ഇൻ എ റിലേറ്റീവ്ലി ഹെൽത്തി പൊസിഷൻ. അപ്പൊ യെസ് ബാങ്കിന്റെ കോ ഫൗണ്ടർ ആയിരുന്നു റാണ കപൂർ. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ വേറെ ന്യൂസ് ഒന്നുമില്ല. ഇവിടെ നിങ്ങൾക്ക് രേവന്ത് റെഡ്ഡിയുടെ ഒരു ന്യൂസ് കാണാം. രേവന്ത് റെഡ്ഡി ആരാണ്? ഞാൻ നേരത്തെ പറഞ്ഞു കോൺഗ്രസിന്റെ 3 സ്വന്തം ചീഫ് മിനിസ്റ്റേഴ്സ് ഇന്ത്യയിലുള്ളൂ. അതിൽ ഒരാള് തെലങ്കാനയിൽ ഇപ്പൊ പുതുതായിട്ട് ഇലക്ട് ചെയ്യപ്പെട്ട കോൺഗ്രസ് ഗവൺമെന്റിന്റെ ചീഫ് മിനിസ്റ്ററായ രേവന്ത് റെഡ്ഡിയാണ്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഇല്ല, ആ പേജിലൊന്നും വേണ്ട. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇവിടെ പറയാനുള്ള 2 എഡിറ്റോറിയൽസ് എന്നത്തെ പോലെ. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് ഇലക്ഷൻ കഴിഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഹിന്ദു എഴുതിയിരിക്കുന്ന ഒരു എഡിറ്റോറിയലാണ്, പൊളിറ്റിക്കൽ എഡിറ്റോറിയലാണ്. പക്ഷെ നിങ്ങൾ അത് വായിക്കണം. കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എഡിറ്റോറിയൽസ് കമ്പൽസറി ആയിട്ട് വായിക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ, ഇപ്പൊ ഇന്നലെ നടന്ന ലോക്സഭാ ഇലക്ഷന്റെ ഫസ്റ്റ് ഫേസിൽ മോർ ദാൻ 100 സീറ്റുകളുടെ ഇലക്ഷനാണ് നടന്നത്. ഞാൻ പറഞ്ഞു തമിഴ്നാട് എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ കംപ്ലീറ്റ് സീറ്റുകളുടെയും ഇലക്ഷൻ ഇന്നലെ കഴിഞ്ഞു. തമിഴ്നാട്ടിലെ BJP സ്റ്റേറ്റ് പ്രസിഡന്റായ അണ്ണാമലൈ ഉൾപ്പെടുന്ന ആൾക്കാർ ഇന്നലെ ഇലക്ഷനിൽ അവരുടെ ജനവിധി രേഖപ്പെടുത്തി കഴിഞ്ഞു. അപ്പൊ സതേൺ പുഷ് ആണ് BJP ഈ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ നടത്തിയത്. അതായത് ഹിസ്റ്റോറിക്കലി അല്ലെങ്കിൽ കഴിഞ്ഞ BJPയുടെ എക്സിസ്റ്റൻസ് നോക്കിയാൽ തന്നെ അവർ നോർത്തേൺ ഇന്ത്യയിലും വെസ്റ്റേൺ ഇന്ത്യയിലും ഈസ്റ്റേൺ ഇന്ത്യയിലൊക്കെ ശക്തമായിരിക്കുമ്പോഴും സൗത്ത് ഇന്ത്യയിൽ അവർ എക്സെപ്റ്റ് കർണാടക അവർ ഭയങ്കര വീക്കായിരുന്നു. പക്ഷെ ഇപ്പൊ തെലങ്കാനയിൽ ഒരു ഫുഡ് ഹോൾഡ് അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലും കേരളത്തിലും നല്ല ഒരു സ്വാധീനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ഉൾപ്പെടുന്ന BJPയുടെ ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് തമിഴ്നാടും കേരളവും വിസിറ്റ് ചെയ്യുകയും വലിയ പുഷ് കൊടുക്കുകയൊക്കെ ചെയ്തു. അതിൽ തമിഴ്നാട്ടിലെ വിധി എന്താണെന്ന് ഇന്നലെ അറിയാം. അപ്പൊ തമിഴ്നാട്ടിൽ ഒരുപക്ഷെ സീറ്റുകളൊന്നും വിൻ ചെയ്തില്ലെങ്കിൽ പോലും കുറച്ച് വോട്ട് പെർസെന്റേജ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് അവരുടെ ലക്ഷ്യം. അതിനവരെ സഹായിക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെ വർഷങ്ങളായിട്ട് ഏതാണ്ടൊരു 6 ഡെക്കേഡായിട്ട് അവിടെ ദ്രവീഡിയൻ പൊളിറ്റിക്സ് ആണ്. അതായത് DMK ദ്രാവിഡ മുന്നേറ്റ കഴകമെന്നും AIDMK ഓൾ ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നുള്ള 2 ദ്രവീഡിയൻ പാർട്ടികളാണ് ഇവിടെ ഓൾട്ടർനേറ്റ് ആയിട്ട് റൂൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരുടെ ഭരണത്തിനും ഈവൻ കറപ്ഷനൊക്കെ നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അവരുടെ ടോപ്പ് ലെവലിലുള്ള ഡൈനാസ്റ്റിക് ആയിട്ടുള്ള ഡൈനാസ്റ്റിക് ലീഡേഴ്സ് ഞാൻ പറയാൻ കാര്യം ഇപ്പൊ കരുണാനിധിയുടെ മകൻ സ്റ്റാലിന്റെ മകൻ ഇനിയിപ്പം ഉദയനിധി സ്റ്റാലിനെ വളർത്തിക്കൊണ്ടുവരികയാണ്. അത്തരത്തിലുള്ള ഡൈനാസ്റ്റിക് പൊളിറ്റിക്സ് ഒക്കെയാണ് അവിടെ മിക്ക പൊളിറ്റിക്കൽ പാർട്ടീസും കാണിക്കുന്നത്. അതിനോടുള്ള ഒരു ഇലക്ടറേറ്റിന്റെ ഫറ്റീഗ്, അതുപോലെ എതിർപ്പ്, റെസിസ്റ്റൻസ്, അത് ഒപ്പം ടോപ്പ് മോസ്റ്റ് ഈ ദ്രവീഡിയൻ ലീഡേഴ്സ് ആയിരുന്ന ജയലളിതയുടെയും കരുണാനിധിയുടെയും മരണം. അവർ രണ്ടുപേരും മരിച്ചുവല്ലോ, അവരായിരുന്നു ഏറ്റവും വലിയ ലീഡേഴ്സ്. അവരത്രയൊന്നും ഇനിയുള്ള ലീഡേഴ്സ് വരുന്നില്ല. ഇതൊക്കെ അവിടെ ഒരു വേറെ 1-2 പൊളിറ്റിക്കൽ പാർട്ടീസ് ഉദയം ചെയ്യാനോ അല്ലെങ്കിൽ അവർക്ക് ഒരു ഫുഡ് ഹോൾഡ് ഉണ്ടാക്കാനോ ഉള്ള ഒരു അവസരം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഇപ്പൊ വിജയൊക്കെ പൊളിറ്റിക്കൽ പാർട്ടി പ്രഖ്യാപിക്കുന്നത്. സീമാൻ എന്ന് പറയുന്ന വേറൊരു ഫിലിം ഡയറക്ടർ അവിടെ അത്യാവശ്യം നല്ല ബേസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ BJPക്ക് എന്ത് പറ്റുന്ന വെച്ചാൽ അവിടെ വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡറിനെ അവർക്ക് കിട്ടുന്നു. ഇവരെ 39 വയസ്സ് മാത്രമുള്ള IPS ഓഫീസർ ആയ അണ്ണാമലൈ IPS സ്ഥാനം അദ്ദേഹം റിസൈൻ ചെയ്തിട്ട് വരുന്നു. അപ്പൊ ഇതെല്ലാം അവരെ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട്. പക്ഷെ ആ സഹായം വോട്ട് ഷെയർ ഇൻക്രീസ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് വെദർ ഇറ്റ് വിൽ ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു സീറ്റ്സ്, അതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചാണ് ഹിന്ദുവിൽ ഫസ്റ്റ് എഡിറ്റോറിയൽ. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഫസ്റ്റ് എഡിറ്റോറിയൽ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ഈസി ആയിട്ട് മനസ്സിലാവും. ഇനി രണ്ടാമത്തെ പെർമനന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. അതൊരു ഗ്ലോബൽ അഫെയറിനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് അതൊരു ഇന്റർനാഷണൽ ഇഷ്യൂവിനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ്. അപ്പൊ ഈ പെർമനന്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിനെ കുറിച്ചാണ്. പലസ്തീൻ ഒരു രാജ്യമായിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ നമ്മളൊക്കെ പൊതുവെ പലസ്തീൻ ഒരു രാജ്യമായിട്ട് തന്നെയാണ് കാണുന്നത്. പലസ്തീൻ ഇപ്പൊ നമുക്കറിയാം, അൺഡിവൈഡഡ് പാലസ്തീനെ 1948 ഡിവൈഡ് ചെയ്താണ് അതിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു കൺട്രി ഉണ്ടാക്കിയത്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ UN 1945 നിലവിൽ വരുന്നു. പക്ഷെ യുണൈറ്റഡ് നേഷൻസ് ഇസ്രായേലിൽ നിന്ന് കാർവ് ഔട്ട് ചെയ്ത് ഉണ്ടാക്കിയ പലസ്തീനിൽ നിന്ന് കാർവ് ഔട്ട് ചെയ്ത് ഉണ്ടാക്കിയ ഇസ്രായേലിന് ഒരു നേഷനായിട്ട് അംഗീകരിച്ചുകൊണ്ട് അവർക്ക് UN അവർക്ക് പിന്നീട് മെമ്പർഷിപ്പ് കൊടുക്കുന്നു. UN അവരൊരു കൺട്രി ആയിട്ട് അംഗീകരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഒറിജിനൽ പലസ്തീൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് അവര് അംഗീകരിക്കുന്നില്ല. ഇന്ന് വരെയും യുണൈറ്റഡ് നേഷൻസ് ഒരു ഫുൾ മെമ്പർ സ്റ്റാറ്റസ് അവർക്ക് കൊടുത്തിട്ടില്ല. ഇപ്പം വീണ്ടും അൾജീരിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ നേതൃത്വത്തിൽ UN ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു. ഈ പലസ്തീനിന് യുണൈറ്റഡ് നേഷൻസിൽ സെക്യൂരിറ്റി കൗൺസിലിൽ അല്ല, UN നമുക്കൊക്കെ ഉള്ള മെമ്പർഷിപ്പ്, ഇന്ത്യക്കൊക്കെ ഉള്ള മെമ്പർഷിപ്പ്, ഫുൾ മെമ്പർഷിപ്പ് കൊടുക്കണം എന്നും പറഞ്ഞൊരു ഇത് കൊണ്ടുവന്നു. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ചാല് ഇത് സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിരാംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ വീട്ടോ ഇതാ നടക്കൂല. ഇത്രയും കാലമായിട്ട് ഈ UN
എന്തുകൊണ്ട് പാലസ്റ്റീനിന് ഫുൾ മെമ്പർഷിപ്പ് കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ കാരണം ഒരാൾ വീറ്റോ ചെയ്യുന്നതുകൊണ്ടാണ്. അതാരായിരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇസ്രായേലിന്റെ എല്ലാ കാലത്തും അവർ എന്ത് വൃത്തികേട് കാണിച്ചാലും നല്ല കാര്യം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുന്ന US എന്ന് പറയുന്ന രാജ്യം. അപ്പൊ 15 പേരാണ് സെക്യൂരിറ്റി കൗൺസിൽ ഉള്ളത്. 10 പെർമനന്റ് മെമ്പേഴ്സും 5 പെർമനന്റ് മെമ്പേഴ്സും 10 നോൺ പെർമനന്റ് മെമ്പേഴ്സും, അങ്ങനെ 15 പേരാ ഉള്ളത്. ഇതിൽ 12 പേരും ഈ UN ഒരു ഫുൾ മെമ്പർഷിപ്പ് പാലസ്റ്റീനിന് കൊടുക്കുന്നതിന് സപ്പോർട്ട് ചെയ്തു. പക്ഷേ US വീറ്റോ ചെയ്തു. ആര് വീറ്റോ ചെയ്തു? US വീറ്റോ ചെയ്തു. US വീറ്റോ ചെയ്തുകൊണ്ട് മാത്രം ഇപ്പോൾ വീണ്ടും പാലസ്റ്റീനിന് ഈ പറഞ്ഞ UN-ലെ പെർമനന്റ് മെമ്പർഷിപ്പ് അല്ല, വീണ്ടും പറയാൻ തെറ്റിക്കുക, UN-ലെ മെമ്പർഷിപ്പ്, ഇന്ത്യക്കൊക്കെ ഉള്ളതുപോലെ ഒരു മെമ്പർഷിപ്പ് കിട്ടാതെ പോയി. ഈ മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ പാലസ്റ്റീൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തിന് ഒരു രാജ്യമായിട്ട് അംഗീകരിക്കുന്നതിലേക്കുള്ള ഒരു പടിയാണ്. അപ്പം മനഃപൂർവ്വം അവർ സമ്മതിക്കാത്തതിന്റെ കാര്യം, പാലസ്റ്റീൻ ഒരു നേഷൻഹുഡ് കൊടുക്കുന്നതിന് ഇസ്രായേൽ ഒരു കാലത്തും അംഗീകരിക്കില്ല എന്ന്, പ്രത്യേകിച്ച് ഈ ഹമാസിന്റെ ഒക്ടോബർ 7 അറ്റാക്ക് ഇസ്രായേലിന് കഴിഞ്ഞതിനും കൂടെ ശേഷം ഒട്ടും ഒരു സമ്മതിക്കില്ല എന്ന് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് അമേരിക്ക ഇപ്പോഴും അതിനെ സമ്മതിക്കാത്തത്. എന്താണ്, ഒരു നേഷൻഹുഡ്, ഒരു കൺട്രി എന്ന് പറയുന്ന ഒരു പദവി പാലസ്റ്റീന് കൊടുക്കാൻ സമ്മതിക്കാത്തത്. അപ്പം UN-ൽ പോലും അവർക്ക് ഒരു ഫുൾ മെമ്പർ സ്റ്റേറ്റ് പദവി ഇല്ല. അപ്പം ഏതാണ്ട് ഒരു സമയത്ത് 2019-ലാണെന്ന് തോന്നുന്നു, അവർക്ക് വളരെ കുറച്ചു കാലത്തേക്ക് G77 ലീഡറായിട്ട് അവരിരുന്ന സമയത്ത് കുറച്ചു കാലത്തേക്ക് അവർക്ക് ഫുൾ മെമ്പർഷിപ്പ് പദവി കിട്ടിയാണ്. അത് വളരെ കുറച്ചു കാലത്തേക്ക്, അത് കഴിഞ്ഞിട്ട് വീണ്ടും അത് പോയി. G77 ലീഡറായിട്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ് അത് കൊടുത്തത്. പക്ഷെ അങ്ങനെ കൊടുക്കാതിരിക്കുന്നത് ശരിയല്ലെന്നും, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ UN-ന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അകത്തേക്ക് പലസ്റ്റീനിനെ കൂടെ കൊണ്ടുവരാൻ പറ്റുള്ളെന്നും, അങ്ങനെ പലസ്റ്റീൻ ഇന്റർനാഷണൽ റൂൾസ് എല്ലാം അനുസരിക്കുന്ന ഒരു പ്രദേശമായി മാറും എന്നൊക്കെയാണ് ഹിന്ദു ഇതിന്റെ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പൊ ഹമാസ് പോലുള്ള ചില ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, ഇസ്ലാമിക് ജിഹാദൊക്കെ ഇപ്പൊ കുറച്ച് ഒരു സ്ലീപ്പർ സെല്ല് പോലെ പ്രവർത്തിക്കുന്നുള്ള, അവർ അത്ര വലിയ ആക്ടിവിറ്റീസ് ഒന്നുമില്ല. ഈ ഹമാസ് പോലുള്ള ചില ടെററിസ്റ്റ് ഓർഗനൈസേഷൻസിൽ ഒരു മൈനോറിറ്റി ആയിട്ടുള്ള എക്സ്ട്രീമിസ്റ്റുകൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്റെ പേരിൽ അവിടെയുള്ള മൊത്തം പോപ്പുലേഷനെയും പണിഷ് ചെയ്യുന്നത് ശരിയല്ല. സോ അവർക്ക് UN-ൽ മെമ്പർഷിപ്പ് കൊടുക്കണം എന്നാണ് ഹിന്ദുവിലെ ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, അപ്പം അത് 2 എഡിറ്റോറിയൽസും വായിക്കുക. പിന്നീട് ഇന്നത്തെ ഹിന്ദുവില് ഇസ്രായേലെ 2 സ്റ്റേറ്റ് സൊല്യൂഷൻ സം റീസെന്റ് പെർസെപ്ഷൻസ് എന്ന് പറഞ്ഞൊക്കെ ഒരു നമ്മളുടെ പഴയ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഹമീദ് അൻസാരി എഴുതിയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ഉണ്ട്, വേണമെന്നുള്ളത് വായിച്ചു നോക്കുക. അത് വായിച്ചില്ലേലും കുഴപ്പമില്ല, കാര്യം അത് അത്രത്തോളം ഇൻഫർമേറ്റീവ് ഒന്നും അല്ല ഞാൻ വായിച്ചപ്പോ. അപ്പൊ എന്തായാലും ഹമീദ് അൻസാരി ആരെന്ന് നിങ്ങൾക്ക് അറിയാം. 10 വർഷം ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്ന ആളാണ് ഹമീദ് അൻസാരി. ഇപ്പൊ ജഗദീപ് ധൻകർ ഇരിക്കുന്ന പൊസിഷനിൽ. പിന്നെ സയന്റിസ്റ്റ് ആൻഡ് എ വിഷ് ലിസ്റ്റ് ഫോർ ദ ഇൻകമിംഗ് ഗവൺമെന്റ്, അതായത് ഇനി വരാൻ പോകുന്ന 18ാം ലോക്സഭ ആണ് നിലവിൽ വരാൻ പോകുന്ന ജൂണിൽ. ആ 18ാം ലോക്സഭ വഴി ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാവും. ആ ഗവൺമെന്റ് ഉണ്ടാകുമ്പോൾ സയൻസ് കമ്മ്യൂണിറ്റി എന്തൊക്കെയാണ് ഇന്ത്യയിൽ ആഗ്രഹിക്കുന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. അത് വേണമെങ്കിൽ വായിച്ചു നോക്കുക. വേറെ ഒന്നുമല്ല, ഇന്ത്യയുടെ GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റിൽ സയന്റിഫിക് റിസർച്ചിനും ഇന്നോവേഷനും ഒക്കെ ഉള്ള കോൺട്രിബ്യൂഷൻ ഭയങ്കര കുറവാണ് അതിൽ നിന്നുള്ള GDP. അപ്പൊ പെർസെന്റേജ് ഓഫ് GDP ആയിട്ട് നോക്കുമ്പോൾ 0.7% ഓഫ് GDP-യിലും താഴെയാണ് ഈ സയൻസിന്റെ ഇന്നോവേഷനും റിസർച്ചിനെ കൊണ്ട് ഇന്ത്യ സ്പെൻഡ് ചെയ്യുന്നത്. അത് കൂട്ടണം, അതൊക്കെയാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതിനുവേണ്ടി ഗവൺമെന്റ് ഇപ്പം തന്നെ ഒരു സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്, അനുസാദൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ANRF. അത് ഇഫക്റ്റീവായിട്ട് നടപ്പാക്കണം. അതിലേക്ക് ഫണ്ടിങ് മെയിൻലി വരുന്ന പ്രൈവറ്റ് കമ്പനി എന്നൊക്കെയാണ്. ഏതാണ്ട് 36,000 കോടി രൂപയാണ് അതിൽ നിന്ന് ഫണ്ടിങ് ഗവൺമെന്റ് ആഗ്രഹിക്കുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ നടപ്പാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കണം. അതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. ANRF-ന്റെ എക്സ്പാൻഷൻ പഠിച്ചു വെച്ചേക്ക് അനുസാദൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അതായത് ഇന്ത്യയിൽ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ് കൂടുതലായിട്ട് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം അവസാനം തുടങ്ങിയ ഒരു സ്കീമാണ് അനുസാദൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ. അതിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ അതിന് ആദിവാസി കമ്മ്യൂണിറ്റീസിനെയും അതിന്റെ ലീഡേഴ്സിനെയും കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ്. നിങ്ങൾ ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ആദിവാസി ഐക്കൺ എന്ന് പറയുന്നത്. ഇത് ആരാണെന്ന് വെച്ചാൽ ബിർസ മുണ്ടയാണ്. ബിർസ മുണ്ട ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബിർസ മുണ്ട ബ്രിട്ടീഷുകാരോട് പൊരുതി മരിച്ചുപോയ വെറും 20s ഏജിലുള്ള 20കളിൽ അദ്ദേഹം മരിച്ചുപോയതാണ്. നമ്മളുടെ ഭഗത് സിംഗിനെയൊക്കെ പോലെ. ഈ ബിർസ മുണ്ടയുടെ പേരിൽ ഇന്ത്യയിലെ എയർപോർട്ടൊക്കെ ഉണ്ട്. ജാർഖണ്ഡിലെ റാഞ്ചിയിലെ എയർപോർട്ടിന്റെ പേര് ബിർസ മുണ്ട ഇന്റർനാഷണൽ എയർപോർട്ട് എന്നാണ്. അതുപോലെ ബിർസ മുണ്ടയുടെ ബർത്ത്ഡേ November 15 ആണ്. November 15 ഇന്ത്യയിൽ അത് ആദിവാസികളുടെ ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. ജൻജാതീയ ഗൗരവ് ദിവസ്. അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ജൻജാതീയ ഗൗരവ് ദിവസ്.
ബിർസ മുണ്ടയുടെ ബർത്ത്ഡേ. ഇദ്ദേഹമാണ് ബിർസ മുണ്ട. നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോ committed to implementing UCC യൂണിഫോം സിവിൽ കോഡ് സൈസ് രാജ്നാഥ് സിംഗ് എന്നൊരു ന്യൂസ് കാണാം. UCC യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ ഇപ്പൊ നടപ്പാക്കിയത് ഏത് സ്റ്റേറ്റിലാണ്? UCC യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ നടപ്പാക്കിയത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡ് എന്ന് പറയുന്ന BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റിലാണ് UCC. ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ ശേഷം ആദ്യമായിട്ട് UCC നടപ്പാക്കിയ സ്റ്റേറ്റാണ് ഉത്തരാഖണ്ഡ്. ആർട്ടിക്കിൾ 44 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ഈ യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പാക്കിയ സ്റ്റേറ്റ് BJP റൂൾഡ് സ്റ്റേറ്റായ ഉത്തരാഖണ്ഡ്. അവിടുത്തെ ചീഫ് മിനിസ്റ്റർ പുഷ്കർ സിംഗ് ധാമിയാണ്. ഇനി ഇന്ത്യയിൽ നടപ്പാക്കുന്നവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴത്തെ BJPയുടെ മാനിഫെസ്റ്റോയിൽ അതുകൊണ്ട് അവർ വീണ്ടും അധികാരത്തിൽ ഉറപ്പായിട്ട് നടപ്പാക്കും. നെക്സ്റ്റ് അവരുടെ അജണ്ട അതാണ്. അതും കൂടിയാണ് ഇനി അവരുടെ ഐഡിയോളജിക്കൽ അജണ്ടയിലാകെ ഇന്ത്യയിൽ നടപ്പാക്കാനുള്ളത്. പിന്നെ താഴോട്ട് വരുമ്പോൾ ഇന്ത്യ ഡെലിവേഴ്സ് ഫസ്റ്റ് ബാച്ച് ഓഫ് ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽസ് ടു ഫിലിപ്പൈൻസ് എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യ സ്വന്തമായിട്ട് നിർമ്മിച്ച ഒരു മിസൈൽ ആദ്യമായിട്ട് ഒരു വേറൊരു രാജ്യത്തിന് വിൽക്കുന്നത് നമ്മളുടെ ഫിലിപ്പൈൻസിനാണ്. ഫിലിപ്പൈൻസ് ഈസ് എ വെരി വെരി ഫ്രണ്ട്ലി നേഷൻ ഫോർ ഇന്ത്യ. അതേ സമയത്ത് നിങ്ങൾക്ക് അറിയാം ഫിലിപ്പൈൻസ് ചൈനയുമായിട്ട് വൻ പ്രശ്നങ്ങളിലാണ്. സൗത്ത് ചൈന സീയിലെ ചില ഐലൻഡുകളുടെയൊക്കെ ഉടമസ്ഥാവകാശത്തിന്റെ പേരില്. അതേ സമയത്താണ് ഇന്ത്യയുടെ ഏറ്റവും അഡ്വാൻസ്ഡ് മിസൈലും ഇന്ത്യ റഷ്യക്കൊപ്പം ചേർന്ന് നിർമ്മിച്ച സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുമായ ബ്രഹ്മോസ്. ഇന്ത്യ റഷ്യക്കൊപ്പം ചേർന്ന് നിർമ്മിച്ചാണ് ബ്രഹ്മോസ്. ഇന്ത്യ റഷ്യൻ ജോയിന്റ് വെഞ്ചർ ആണ്. അതാണ് ബ്രഹ്മോസ് എന്ന പേര് വരാൻ തന്നെ കാരണം. ബ്രഹ്മപുത്ര എന്ന് പറയുന്ന ഇന്ത്യൻ റിവറിന്റെയും മോസ്കോവ എന്ന് പറയുന്ന റഷ്യൻ റിവറിന്റെയും പേരുകളുടെ ആദ്യത്തെ അക്ഷരങ്ങളാണ് ബ്രഹ്മോസ്. അപ്പൊ അതിന് കാര്യം വേൾഡിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ എന്നാണ് ബ്രഹ്മോസ് അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് ആൾക്കാർ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യ ആദ്യമായിട്ട് വിൽക്കുന്നത് അത് ഫിലിപ്പൈൻസിനാണ്. അപ്പൊ ഫിലിപ്പൈൻസിന് ഫസ്റ്റ് ബാച്ച് ഓഫ് മിസൈൽസിന്റെ ഡെലിവറി ഇന്നലെ നടന്നു. $375 million ഒരു ഡീലാണത്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചും അതിൽ വായിക്കാം. സെന്റർ ആസ്ക് FSSAI to initiate appropriate action against Nestle. ഇതൊരു റിസർച്ചിന്റെ ഔട്ട്കം ആണ്. ഞാൻ ഇന്നലത്തെ ഹിന്ദുവിലുള്ള ഒരു ന്യൂസിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഹിന്ദുവാണ്. ഇന്നലത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാപ്പോഴത്തേക്ക് അത് ബാക്കി പറയാം. നെസ്ലെ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത നമുക്കറിയാം. സ്വിറ്റ്സർലാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനിയാണ്. സ്വിറ്റ്സർലാൻഡ് എന്ന് പറയുന്ന യൂറോപ്യൻ രാജ്യത്തുള്ള കമ്പനിയാണ് നെസ്ലെ. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും വലിയ പാക്കേജ്ഡ് ഫുഡ് മാനുഫാക്ചർ ആണ്. വേൾഡിലെ ഏറ്റവും വലിയ പാക്കേജ്ഡ് ഫുഡ് മാനുഫാക്ചർ ആണ് നെസ്ലെ. ഇവരെ കുറിച്ച് വന്നൊരു സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുന്ന ബേബി ഫുഡ് മിക്കത് നെസ്ലെ ഉണ്ടാക്കുന്നത് നമുക്കറിയാം. ലാക്ടോജൻ ആണെന്നുണ്ടെങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ നാൻ, ഇങ്ങനെയൊക്കെ നെസ്ലെ നാനൊക്കെ കണ്ടില്ലേ. അപ്പൊ ഇതെല്ലാം അവരുണ്ടാക്കുന്നതാണ്. ഈ നെസ്ലെ ഇന്ത്യയിൽ വിൽക്കുന്ന അല്ലെങ്കിൽ ഇതുപോലുള്ള തേർഡ് വേൾഡ് കൺട്രീസിൽ അതുപോലെ ലാറ്റിൻ അമേരിക്കയിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ വിൽക്കുന്ന ബേബി ഫുഡിൽ ഷുഗറിന്റെ അംശം കൂടുതൽ. അതേസമയത്ത് അവർക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്ന ഈ രാജ്യങ്ങളിലാണ്. അവർക്ക് സെയിൽ കുറവല്ല അമേരിക്ക പോലുള്ള അല്ലെങ്കിൽ വെസ്റ്റ് യൂറോപ്പിലെ പോലുള്ള രാജ്യങ്ങളിൽ ഈ ഷുഗർ ഒന്നും ഇല്ല, പ്രശ്നമില്ല. അപ്പൊ ഇതൊരു സ്റ്റഡിയാണ്. അപ്പൊ ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്ററിന്റെ അടുത്ത് ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് ആക്ഷൻ എടുക്കാൻ പറഞ്ഞേക്കാണ്. FSSAI ആണ് ഇന്ത്യയുടെ ഫുഡ് സേഫ്റ്റി റെഗുലേറ്റർ, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. കഴിഞ്ഞ കുറച്ചു കാലം നെസ്ലെ ഇതുപോലെ ഇന്ത്യയിൽ ഒരു നിരോധനത്തില് പിന്നീട് പെട്ടുപോയി. ഈ FSSAI ആണ് അന്നും നിരോധനം ഏർപ്പെടുത്തിയത്. ലെഡ് കണ്ടന്റ് കൂടുതലായിരുന്നു. നിങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ന്യൂഡിൽസിൽ മാഗി എന്ന് പറഞ്ഞ ന്യൂഡിൽസ് അത് നെസ്ലയുടെ ആണ്. അതൊരിക്കൽ നിരോധിച്ചതാണ്. പിന്നീടാണ് നിരോധനമൊക്കെ എടുത്ത് മാറ്റിയത്. പിന്നെ അംഗൻവാടീസായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് അത് വേണ്ട, കുഴപ്പമില്ല. നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇവിടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ആദിവാസി കമ്മ്യൂണിറ്റി ഇന്നലെ വോട്ട് രേഖപ്പെടുത്തി. ഇന്ത്യയിൽ വെറും 229 പേര് മാത്രമാണ് അവരുള്ളത്. അവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പിന്നെ ആ മനുഷ്യ സമൂഹം ലോകത്തില്ലാതാവും. പ്രിമിറ്റീവ് കമ്മ്യൂണിറ്റീസിൽ ഒരെണ്ണമാണ് ഇന്ത്യയിലെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലെ ഷോപ്മെൻ എന്ന് പറയുന്ന ആദിവാസി കമ്മ്യൂണിറ്റി. അവർ ഒരു 229 പേരേ ഉള്ളൂ. അവർ PVTG കമ്മ്യൂണിറ്റിയാണ്. PVTG എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് പ്രധാനമന്ത്രി പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്നും പറഞ്ഞ് അതിന് വേണ്ടി ഒരു സ്കീമൊക്കെ ഇറക്കിയായിരുന്നു. PVT എന്ന് പറഞ്ഞാൽ ട്രൈബൽസിൽ തന്നെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഔട്ട്സൈഡ് വേൾഡുമായിട്ടൊന്നും വലിയ ബന്ധമൊന്നും ഇല്ലാത്ത എഡ്യൂക്കേഷനിലാണെങ്കിലും ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസിലാണെങ്കിലും എല്ലാത്തിലും ലാക്ക് ചെയ്യുന്ന സ്വന്തമായിട്ട് വീടുകളൊന്നും ഇല്ലാത്ത ആൾക്കാരാണ് PVTG, പർട്ടിക്കുലർലി വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണമാണ് ഈ ഷോപ്മെൻ കമ്മ്യൂണിറ്റി. അവർ ഇന്നലെ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തിയതിനെ കുറിച്ചൊരു ന്യൂസാണ്. We have taken a strong stance against Naxals. ഇന്നലത്തെ ഹിന്ദുവിലെ എഡിറ്റോറിയലൊക്കെ ഇതിനെ കുറിച്ചായിരുന്നു. നക്സലൈറ്റുകൾക്കെതിരെ ഗവൺമെന്റ് ഓഫ് ഛത്തീസ്ഗഡ് എടുക്കുന്ന ആക്ഷൻസിനെ കുറിച്ച്. കാരണം ഛത്തീസ്ഗഡിലാണ് ഏറ്റവും കൂടുതൽ നക്സലൈറ്റ് പ്രോബ്ലം ഉള്ളത്. ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് വിഷ്ണു ദിയോ സായി. ഛത്തീസ്ഗഡിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് വിഷ്ണു ദിയോ സായി. പുതിയ ചീഫ് മിനിസ്റ്റർ ആണ്. ഇപ്പോൾ 2-3 മാസമാകത്തേ ഉള്ളൂ അദ്ദേഹം അധികാരത്തിൽ വന്നിട്ട്.
അതുപോലെ in Jaibat Pak, PM says terror supplier struggles for food. ഇത് ആക്ച്വലി ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇതിന്റെ യഥാർത്ഥ ഉദ്ദേശിച്ചത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പാകിസ്ഥാൻ ഇപ്പൊ വലിയ എക്കണോമിക് ക്രൈസിസിലാണ്, വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലാണ്. അവർക്ക് ഫുഡ് ഐറ്റംസ് ഇമ്പോർട്ട് ചെയ്യാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് പോലും ഇല്ല. അങ്ങനെ ചില ടേംസ് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ന്യൂസ് എടുത്തത്. 4x ഇന്ത്യക്ക് ഏതാണ്ട് 640 ബില്യൺ ഡോളർ ഇതുണ്ട്. പക്ഷെ ഇത് പാകിസ്ഥാന് വെറും $3 ബില്യൺ ഉള്ളൂ. കാര്യം ഇത് അവരുടെ കൈയിരിപ്പുകൾ കൊണ്ട് ആ റിസർവ് ഡിപ്ലീറ്റഡ് ആയി പോയി. പക്ഷെ അവർക്ക് ഇറക്കുമതി ചെയ്ത് മതിയോ? ഇന്ത്യയിൽ അവർ ഏതാണ്ട് 10-30 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്, ഏതാണ്ട് 25 കോടി ജനങ്ങളുള്ള ഒരു രാജ്യമാണ്. അപ്പം ഇപ്പം IMF ആണ് അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. IMF ആണ് ഇത്തരം സിറ്റുവേഷൻ ഉണ്ടായാൽ രാജ്യങ്ങളെ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് IMFന്റെ ജോലി. ഷോർട്ട് ടൈം ഫിനാൻസിങ് ഫോർ ദീസ് എന്താ പറയുന്ന ബാലൻസ് ഓഫ് പേയ്മെന്റ് ഇഷ്യൂസും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്. അപ്പം അതാണ് IMF, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അപ്പം അവരിപ്പം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യാണ്. ഈ ഇടയ്ക്ക് ചായപ്പൊടിയുടെ ഇറക്കുമതിയിലൊക്കെ അവർ നിരോധനം ഏർപ്പെടുത്തിയായിരുന്നു. അങ്ങനെ കുറെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോ ഇത് ഓസ്ട്രേലിയയുടെ ഹൈ കമ്മീഷണർ ടു ഇന്ത്യ ആണ്. അംബാസഡർ എന്ന് പറയുന്ന പോലെ ഒരു പൊസിഷനാണ് ഹൈ കമ്മീഷണർ ഫിലിപ്പ് ഗ്രീൻ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പോൾ കണ്ടീഷൻസ് നോട്ട് റൈപ്പ് ഫോർ ഈസിംഗ് റെസ്ട്രിക്റ്റീവ് മോണിറ്ററി സ്റ്റാൻസ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അത് വേറെ ഒന്നുമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ ഇടയ്ക്ക് ഇറക്കിയ മോണിറ്ററി പോളിസിയെ കുറിച്ചാണ്. ആർബിഐയുടെ മോണിറ്ററി പോളിസിയിലെ അവർ റിപ്പോ റേറ്റ് കഴിഞ്ഞ 1-2 വർഷമായിട്ട് യാതൊരു ചേഞ്ചും ഇല്ല. അത് റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബാങ്കുകൾക്ക് RBI ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, ഷോർട്ട് ടൈം ലോൺ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റിപ്പോ റേറ്റ്. ആ റിപ്പോ റേറ്റ് യാതൊരു വ്യത്യാസവും വരുത്താതെ കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അതിന്റെ കാരണം വേറൊന്നുമല്ല, റീറ്റെയിൽ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഫ്ലേഷൻ 4+or-2 റേഞ്ചിൽ എപ്പോഴും നിൽക്കണം. 4+or-2 അതിൽ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ കുറച്ച് കൂടുതലായിരുന്നു. 4-ൽ എത്തിക്കുകയാണ് RBIയുടെ ലക്ഷ്യം. ഇപ്പോഴത് 4.89 ആ ഒരു റേഞ്ചിലാണ്. അപ്പോ മുമ്പ് 6ഉം 7ഉം ഒക്കെ ആയിരുന്നു. അപ്പൊ അത് കുറച്ചുകൊണ്ട് വരുന്നതിന് വേണ്ടി കഴിഞ്ഞ കുറെ കാലമായിട്ട് RBIയുടെ മോണിറ്ററി പോളിസിയിൽ റിപ്പോ റേറ്റ് വളരെ ഹൈ ആക്കിയാണ് അവർ വെച്ചേക്കുന്നത്. 6.5% കണ്ടാണ് ഇപ്പോഴത്തെ റിപ്പോ റേറ്റ്. അപ്പൊ അത് മോണിറ്ററി പോളിസി കമ്മിറ്റി ഇപ്പൊ ഈ ഇടയ്ക്ക് മീറ്റിംഗ് കൂടിയായിരുന്നു. മോണിറ്ററി പോളിസി കമ്മിറ്റി MPC ആണ് മോണിറ്ററി പോളിസി ഡിസൈഡ് ചെയ്യുന്നത്. അതിൽ 3 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റെപ്രസെന്റേറ്റീവ് കാണും, 3 RBI റെപ്രസെന്റേറ്റീവ്സും കാണും. അതിന്റെ ചെയർമാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണറാണ്, അതിപ്പോ ശക്തികാന്ത ദാസ് ആണ്. അപ്പൊ ആ മീറ്റിംഗിലും ഇപ്രാവശ്യവും റിപ്പോ റേറ്റ് കൂട്ടിയില്ല. അപ്പൊ അതിന്റെ മിനിറ്റ്സ് വെളി വന്നു, അതിനെ കുറിച്ചുള്ളതാണ്. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ 3ാമത്തെ സോഫ്റ്റ്വെയർ കമ്പനിയായ വിപ്രോയുടെ CEO ആണ് ശ്രീനി പള്ളിയ. ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് DRL, ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സൺ ഫാർമ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയെ കുറിച്ചുള്ള ന്യൂസും കാണാം, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇനി ഇന്ത്യയിലെ എയർ ടാക്സി വരാൻ പോണ്, ഇലക്ട്രിക് എയർ ടാക്സി. അത് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നടപ്പാക്കാൻ പോയാണ്. ആർച്ചർ എന്ന് പറയുന്ന US കമ്പനിയാണ് ഇന്ത്യയിൽ എയർ ടാക്സി. ഇപ്പം ബംഗളൂരു ഒക്കെ നമുക്കറിയാം, ഭയങ്കര ട്രാഫിക് ജാമാണ്. ഒരു 5 കിലോമീറ്റർ പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ എടുക്കും. പക്ഷെ വലിയ ബിസിനസ് മാൻമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക്, ഇതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർക്ക് അത്രയും വലിയ ഇതിൽ കിടക്കേണ്ട ആവശ്യമില്ല ഈ എയർ ടാക്സി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് ഈ ആർച്ചർ എന്നുള്ള കമ്പനി. അത് അവർ ഒറ്റക്കല്ല ഇന്ത്യയിൽ നടപ്പാക്കുന്നത്, ഇന്റർ ഗ്ലോബ് ഏവിയേഷനുമായിട്ട് ചേർന്നാണ്. ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ എന്താണെന്ന് നിങ്ങൾ പലർക്കും അറിയായിരിക്കും. ഇന്റർ ഗ്ലോബ് ഏവിയേഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ എയർലൈനായ ഇൻഡിഗോയുടെ പേരന്റ് കമ്പനിയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇബ്രാഹിം റൈസിയെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ഇറാന്റെ പ്രസിഡന്റ്. പിന്നെ പ്രോ ചൈന PM റീറ്റെയിൻസ് സീറ്റ് ഇൻ സോളമൻ ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് നേഷനാണ്. പസഫിക് ഓഷനിലെ ഒരു ഐലൻഡ് നേഷനാണ് സോളമൻ ഐലൻഡ്സ്. പേര് തന്നെ സോളമൻ ഐലൻഡ്സ് എന്നാണ്. അതിന്റെ പ്രൈം മിനിസ്റ്റർ ചൈനീസ് പക്ഷപാതിയാണ്. ഇപ്പൊ മുഹമ്മദ് മൊയ്സൂനെയൊക്കെ പോലെ മാലദ്വീപ്സില് അയാൾ അവിടെ വീണ്ടും ഇലക്ട് ചെയ്യപ്പെട്ടു. അത് ചൈനയ്ക്ക് നല്ലതാണ്. പേര് മാനസേ സൊഗവീരെ, സോളമൻ ഐലൻഡിന്റെ പ്രൈം മിനിസ്റ്റർ. അയാൾ അവിടുത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു, ഇപ്പൊ റീ ഇലക്ട് ചെയ്യപ്പെട്ടു. പിന്നെ അത് മതി. ഈ ന്യൂസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ആക്ച്വലി ചൈന ഒരു പോർട്ട് ദുബായിയുടെ മോഡലിൽ ഉണ്ടാക്കാൻ പോണത്. അത് ഉണ്ടാക്കുന്ന സൗത്ത് ചൈന സീയിൽ അവരൊരു ഐലൻഡിലാണ്, അത് അവിടുത്തെ ഒരു പ്രോവിൻസ് ആണ്. ആക്ച്വലി സൗത്ത് ചൈന സീൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഫിലിപ്പൈൻസുമായിട്ടൊക്കെ വലിയ ഇഷ്യൂ ഉണ്ട്. അപ്പൊ അവരവിടെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെ കുറിച്ചൊരു ന്യൂസാണ്.
പിന്നെ സ്പോർട്സ് IPL വേണ്ട. അതിനടുത്ത പേജിൽ എല്ലാ ദിവസത്തെയും പോലെ ചെസ് കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രതീക്ഷ ഉയർത്തിക്കൊണ്ട് ഗുകേഷ് അവസാന 2 റൗണ്ടിലേക്ക് എത്തുമ്പോഴും മുന്നിട്ട് നിൽക്കുന്നു. There is a chance for him to win കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ്. പക്ഷെ അദ്ദേഹത്തിന് നല്ല ശക്തരായ എതിരാളികൾ വേറെ 2 പേരും ഉണ്ട് അവിടെ. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച ഡബിൾസ് വിമൻ ഡബിൾസ് ബാഡ്മിന്റൺ പ്ലെയർ അശ്വനി പൊന്നപ്പയെ കുറിച്ച് ഒരു ന്യൂസ് ഇവിടെ കാണാം. അശ്വനി പൊന്നപ്പ. ഇതൊക്കെയാണ് ഈ പത്രത്തിൽ പറയാനുള്ളത്. ഇനി അടുത്ത പത്രത്തിലേക്ക് പോകുമ്പോൾ ഇത് ഇന്നലത്തെയാണ്, അതുകൊണ്ട് അതിൽ ഇങ്ങനെയാണ് ന്യൂസ് കിടക്കുന്നത്. ഇന്ത്യ വോട്ട്സ് ഫ്രം ടുഡേ. അത് ഞാൻ പറഞ്ഞു, ഇന്നലെ വോട്ട് ചെയ്തു, അതിനൊന്നും പറയാനില്ല. ഇമ്പോസിബിൾ ടു ടാമ്പർ വിത്ത് EVMs അറ്റ് എനി സ്റ്റേജ് ഈസി ഇൻ സുപ്രീം കോർട്ട്. നമ്മളെ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഒരു ടാമ്പറിംഗ് നടത്താൻ പറ്റൂല എന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇന്നലെ സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തു. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആണ്. പിന്നെ താഴോട്ട് വരുമ്പോൾ one of the 17 Indian crew members of Iran seized vessel returns home എന്നൊരു ന്യൂസ് ആണ്. അതൊരു മലയാളിയാണ്, ടെസ ജോസഫ് എന്ന് പറയുന്നത്. അവര് ഉൾപ്പെടെ ഈ നമ്മളുടെ MSC ഏരീസ് എന്ന് പറയുന്ന ഇസ്രായേലി ബൗണ്ട് ആയിട്ടുള്ള ഒരു ഷിപ്പിന്റെ ഇറാൻ ഇപ്പൊ പിടിച്ചെടുത്തായിരുന്നു. അതിനുണ്ടായിരുന്ന ഇന്ത്യക്കാരാണ് കൂടുതൽ. അപ്പം അതിൽ ഒരാൾ തിരിച്ചെത്തി, ബാക്കിയുള്ളവർ വരും. കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യക്കാരെ ഒരിക്കലും അവര് പണിഷ് ചെയ്യത്തില്ല. ഇറാൻ കാര്യം ഇന്ത്യ ഇറാൻ തമ്മിൽ അത്ര നല്ല ബന്ധമുണ്ട്. ഇതൊക്കെയാണ് ആ ഫ്രണ്ട് പേജിലെ ന്യൂസ് എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അടുത്ത പേജിലെ ന്യൂസിൽ നമുക്ക് ഈ ന്യൂസ് ഒന്നും ആവശ്യമില്ല. അതിന്റെ അടുത്ത പേജിലേക്ക് പോകുമ്പോൾ അത് ആവശ്യമില്ല. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോൾ അത്യാവശ്യമുള്ളൊരു ന്യൂസ് ഉണ്ട്. അത് താഴെയാണ്. അതിന് മുമ്പേ വാങ്കഡെ കേസ് NCB ടു സബ്മിറ്റ് ഇൻക്വയറി ഡീറ്റെയിൽസ് ടു ഹൈക്കോർട്ട്. NCB എന്താണ്? നർക്കോട്ടിക് കൺട്രോൾസ് ബ്യൂറോ, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. നമുക്കറിയാം ഈ മയക്കുമരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇടയ്ക്ക് വെച്ച് ഷാരൂഖ് ഖാന്റെ മകനൊക്കെ അറസ്റ്റ് ചെയ്യുക ചെയ്തത്. അത് NCB ആണ്, നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. പിന്നെ താഴോട്ട് വരുമ്പോ ഈ ന്യൂസ് നമുക്ക് ഭയങ്കര ആവശ്യമുള്ളതാണ്. ബംഗളൂരു's KIA named best regional airport in South Asia. The Kempegowda International Airport, KIA, Kempegowda International Airport KIA എന്നാണ് അറിയപ്പെടുന്നത്, has been awarded the best regional airport in India. ഇന്ത്യയിലെ ബെസ്റ്റ് എയർപോർട്ട്, റീജിയണൽ എയർപോർട്ട്, ആൻഡ് സൗത്ത് ഏഷ്യ. അതുപോലെ സൗത്ത് ഏഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, മാലദ്വീപ്സ്, ഭൂട്ടാൻ. ഈ 8 രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച എയർപോർട്ട് ബംഗളൂരുവിലെ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ട് ആണെന്നാണ് ഈ പുതിയൊരു സർവേ പറയുന്നത്. സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട്സ് അവാർഡ് എന്നാണ് ഈ ലോക പ്രശസ്തമാണ് ഈ സ്കൈ ട്രാക്സ് വേൾഡ് എയർപോർട്ട്സ് അവാർഡ്സ്. അതിലാണ് ഈ കെമ്പഗൌഡ ഇന്റർനാഷണൽ എയർപോർട്ടിന് സൗത്ത് ഏഷ്യയിലെ ഏറ്റവും ബെസ്റ്റ് എയർപോർട്ട് എന്നുള്ള അവാർഡ് കിട്ടുന്നത്. അതുപോലെ KIAയുടെ ടെർമിനൽ 2 അത് ഭയങ്കര ഫേമസ് ആണ്, ആർക്കിടെക്ചറൽ വണ്ടർ എന്ന് പറയുന്നത്. KIAയുടെ ടെർമിനൽ 2 കഴിഞ്ഞ വർഷം ഇനാഗുറേറ്റ് ചെയ്തതാണ്. കഴിഞ്ഞ 18 മാസത്തിനകത്ത് വെച്ച് വേൾഡിലുണ്ടായ സെക്കൻഡ് ബെസ്റ്റ് ടെർമിനൽ എന്നും അവര് അവാർഡ് ചെയ്തു. KIA's Terminal 2 also secured second position as the world's best new airport terminal for terminals opened in the 18 months prior to 2024. അതാണ്. അപ്പൊ അത് നടന്നിരിക്കുക. അത് ഈ ടെർമിനൽ 2 ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. ടെർമിനൽ 2 യുനെസ്കോയുടെ പ്രിക്സ് വെർസൈൽസ് വേൾഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എയർപോർട്ട് അവാർഡ് എന്ന് പറഞ്ഞൊക്കെയുള്ള സംഭവമൊക്കെ കിട്ടിയിട്ടുണ്ട്. യുനെസ്കോ പ്രിക്സ് വെർസൈൽസ് വേൾഡ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ എയർപോർട്ട് അവാർഡ് എന്ന് പറഞ്ഞത് യുനെസ്കോയുടെ അവാർഡ് കിട്ടും. ഭയങ്കര ആർക്കിടെക്ചറൽ വണ്ടർ ആണ്. അതിന്റെ ഫോട്ടോസ് നിങ്ങൾ ഗൂഗിൾ ഇമേജസിൽ കിട്ടും, നോക്കിയാൽ മതി ടെർമിനൽ 2ന്റെ. പിന്നെ നെക്സ്റ്റ് പേജിലേക്ക് പോകുമ്പം ആ ന്യൂസ് നമുക്ക് ആവശ്യമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ ഇതും വേണ്ട, അതിനടുത്ത പേജ് വേണ്ട. അതിനടുത്ത പേജ് വാർ ഓഫ് അട്രീഷൻ, ഫസ്റ്റ് എഡിറ്റോറിയൽ. ഈ വാർ ഓഫ് അട്രീഷൻ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ മസ്റ്റ് റീഡ് ആണ്. കാരണം ഇത് ഇന്ത്യയുടെ ഇന്റേണൽ സെക്യൂരിറ്റി ഇഷ്യൂനെ കുറിച്ചുള്ള എഡിറ്റോറിയലാണ് വാർ ഓഫ് അട്രീഷൻ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. ഇത് മാവോയിസ്റ്റ് പ്രോബ്ലത്തിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ 1-2 ദിവസം ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. മാവോയിസ്റ്റ് പ്രോബ്ലം ഇന്ത്യയിൽ ഒരുപാട് സ്റ്റേറ്റുകളിൽ ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റുകളെല്ലാം കൂടെ ചേർത്ത് റെഡ് കോറിഡോർ എന്നാണ് അറിയപ്പെട്ടതെന്നൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പക്ഷേ ഇന്ന് മാവോയിസ്റ്റ് പ്രോബ്ലത്തിന് ചില പർട്ടിക്കുലർ ഏരിയാസിലേക്ക് കൺഫൈൻ ചെയ്യിച്ച് നടത്താൻ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഏജൻസീസിന് കഴിയുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഛത്തീസ്ഗഡിലെ ചില മേഖലകളിൽ മാവോയിസ്റ്റ് സാന്നിധ്യം വളരെ ശക്തമാണ്. എന്ന് മാത്രമല്ല അവരുടെ എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞെങ്കിലും ചിലപ്പോഴെങ്കിലും ഡെഡ്ലി ആയിട്ടുള്ള അറ്റാക്സ് നടത്താനൊക്കെ അവർക്ക് കഴിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഒരു 10ഓളം ഇന്ത്യയുടെ CRPF ജവാന്മാരെ അവർ കില്ല് ചെയ്ത സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ ശക്തമായിട്ടുള്ള വിജയങ്ങൾ ഇന്ത്യയുടെ
CRPF ഉൾപ്പെടുന്ന സെക്യൂരിറ്റി ഫോഴ്സസ് അഗെയിൻസ്റ്റ് ദീസ് മാവോയിസ്റ്റുകൾ നമുക്ക് നേടാൻ പറ്റുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നേടിയ 29 ഈ മാവോയിസ്റ്റുകളെ കില്ല് ചെയ്ത ആ ഒരു സംഭവം അത്തരത്തിലുള്ള ഒരു വിജയമാണ്. അടുത്ത 3 വർഷത്തിനകത്ത് വെച്ച് ഇന്ത്യയിൽ മാവോയിസ്റ്റുകളുടെ ശല്യം ഇല്ലാതാക്കുമെന്നാണ് ഇന്ത്യയുടെ ഹോം മിനിസ്റ്റർ അമിത് ഷാ പറയുന്നത്. പക്ഷെ അത് അത്ര അച്ചീവബിൾ അല്ല എന്നാണ് ഈ എഡിറ്റോറിയൽ പറഞ്ഞത്. കാരണം മാവോയിസ്റ്റുകൾ വളരെ ഡിഫിക്കൽട്ടായിട്ട് ഈ പറഞ്ഞ സെക്യൂരിറ്റി ഫോഴ്സസ് റീച്ച് ചെയ്യാൻ പറ്റാത്ത ടെറൈൻസിൽ ഒളിച്ച് താമസിക്കുന്നവരാണ്. അവിടെ പോയി അവരെ കില്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് കംപ്ലീറ്റ്ലി ഇത് ബാനിഷ് ഉടനെ ഒന്നും പോകാൻ പോകുന്നില്ല. പക്ഷേ അവരുടെ ക്ലൗഡ് സബ്സ്റ്റാൻഷ്യലി ഡിമിനിഷ് ചെയ്യാൻ ഇന്ത്യയുടെ സെക്യൂരിറ്റി ഫോഴ്സിന്റെ കഴിഞ്ഞിട്ടുണ്ടെന്ന് ഇത് പറയുന്നുണ്ട്. അതിനൊരു കാരണം നമ്മൾ മുമ്പെന്ന് പറഞ്ഞാൽ ചെയ്തുകൊണ്ടിരുന്നത് ഈ നമ്മളുടെ ആദിവാസി മേഖലയിലാണ് മെയിൻലി ഈ മാവോയിസ്റ്റുകളുടെ സ്വാധീനം. അതിന്റെ കാരണം എന്താണ്? ഈ ആദിവാസികളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പീഡിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യപ്പെടുന്ന വർഗ്ഗം. അവരുടെ ഇടയിലേക്ക് വികസനമൊന്നും എത്തി നോക്കാറില്ലായിരുന്നു. അന്ന് ഗവൺമെന്റ് ചെയ്തത് അപ്പോഴും വികസനത്തിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മളുടെ ആദിവാസികൾക്ക് ആയുധങ്ങളൊക്കെ കൊടുത്ത് ഈ പിന്നീട് ഈ പറഞ്ഞ മാവോയിസ്റ്റുകൾക്കെതിരെ പൊരുതാൻ അവരെ പ്രേരിപ്പിച്ചു. പക്ഷെ അതൊക്കെ ഫെയിലൂർ ആയിപ്പോയി. പക്ഷെ പിന്നീടാണ് ഗവൺമെന്റ് യഥാർത്ഥ നല്ല കാര്യം ചെയ്തത്. എന്താണെന്ന് ചോദിച്ചാൽ ആദിവാസി മേഖലകളിലേക്ക് നല്ല രീതിയിലുള്ള വികസനം കൊണ്ടെത്തിക്കാൻ ശ്രമിച്ചു. ആദിവാസി മേഖലയിലേക്ക് നല്ല വികസനം കൊണ്ടെത്തിക്കാൻ ഞാൻ ഇപ്പം തന്നെ പറഞ്ഞു PVTG എന്നൊക്കെ പറഞ്ഞ പ്രോഗ്രാം, പർട്ടിക്കുലർലി വൾണറബിൾ ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പ്സിന്റെ ഇടയിൽ ഇപ്പം വീടുകൾ വെച്ച് കൊടുക്കുന്നു, അവർക്ക് വൈദ്യുതി കൊടുക്കുന്നു, അവർക്ക് മൊബൈൽ കണക്ടിവിറ്റി കൊടുക്കുന്നു. അങ്ങനെ വികസനം എത്താൻ റോഡുകൾ കൊടുക്കുന്നു. വികസനം എത്താൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള രാജ്യം ഇവരെ ചൂഷണം ചെയ്യുന്നു, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് അവരെ ചൂഷണം ചെയ്യുന്നു എന്നുള്ള ആ ഒരു നെറേറ്റീവ് പിന്നെ അങ്ങോട്ട് അവരുടെ നിലനിൽക്കത്തില്ല. ആവശ്യമുള്ള ആ ഒരു നെറേറ്റീവ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് അവർക്ക് അത് സ്വാധീനം ഉണ്ടായിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ പതുക്കെ അവർക്ക് സ്വാധീനം കുറയാൻ തുടങ്ങി. മാവോയിസ്റ്റുകളെ പതുക്കെ ആദിവാസികള് റിജക്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് അവരുടെ സ്വാധീനം കുറയാൻ കാരണം. പക്ഷെ സ്റ്റിൽ ചില പോക്കറ്റുകളിലൊക്കെ അവരുടെ സ്വാധീനം ഉണ്ട്. അതിനെ കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. നിങ്ങൾക്ക് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന എഡിറ്റോറിയലാണ്. രണ്ടാമത്തെ എഡിറ്റോറിയൽ പെയിൽ ഗ്രീൻ ഷൂട്ട്സ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് കഴിഞ്ഞ 2 മാസമായിട്ട് നല്ല രീതിയിൽ കൂടി. ഏതാണ്ട് $40 ബില്യൺ കൂടി ഇന്ത്യയുടെ എക്സ്പോർട്ട്. അപ്പൊ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയുടെ എക്സ്പോർട്ട് വളരെ കുറഞ്ഞുള്ളൂ. അതായത് ഏതാണ്ട് ഒരു 3% അങ്ങോട്ട് മാത്രമാണ് കുറഞ്ഞത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയുടെ എക്സ്പോർട്ട്. അത് വലിയൊരു അച്ചീവ്മെന്റ് ആണെന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. കാര്യം കുറഞ്ഞു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയുടെ എക്സ്പോർട്ട്, പക്ഷെ സ്റ്റിൽ ദാറ്റ് ഈസ് എ വെരി ബിഗ് അച്ചീവ്മെന്റ് എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ബിക്കോസ് എന്താണ് അതിന്റെ കാര്യം എന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ദർ ഈസ് എ വാർ, ദാറ്റ് ഈസ് യുക്രൈൻ-റഷ്യ വാർ, ആൻഡ് ഓൺ അനദർ സൈഡ് അനദർ വാർ ഈസ് ടേക്കിംഗ് പ്ലേസ് ബിറ്റ്വീൻ ഹമാസ് ആൻഡ് ഇസ്രായേൽ. അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ നമ്മളുടെ സൂയസ് കനാല് പോലുള്ള സ്ഥലങ്ങളിൽ കൂടെ ഈ അല്ലെങ്കിൽ റെഡ് സീ പോലുള്ള സ്ഥലങ്ങളിൽ കൂടെ ഒന്നും ഈ കപ്പൽ ഗതാഗതം സാധ്യമാകാത്ത രീതിയിലുള്ള അവിടെ അറ്റാക്സ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഈ ഹൂതീസ് ഒക്കെ അറ്റാക്സ് ഒക്കെ നടത്തുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അത് മാത്രമല്ല മറ്റ് പല വെസ്റ്റേൺ കൺട്രീസിന് ഡിമാൻഡ് കുറഞ്ഞു. അവിടെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ എക്സ്പോർട്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ചൊരു ചെറിയ ശതമാനം കുറവേ രേഖപ്പെടുത്തുന്നുള്ളത് കമന്റബിൾ അച്ചീവ്മെന്റ് ആണെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത് എഡിറ്റോറിയൽ. ഒപ്പം തന്നെ നമ്മൾ ഇമ്പോർട്ടും കുറഞ്ഞു. എക്സ്പോർട്ട് കൂടി ഇമ്പോർട്ട് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ട്രേഡ് ഡെഫിസിറ്റ് കുറയും. ട്രേഡ് ഡെഫിസിറ്റ് എക്സ്പോർട്ട് ഇമ്പോർട്ട് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പൊ ഈ ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞു. ഈ ട്രേഡ് ഡെഫിസിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞാൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്ന സംഭവം സാധാരണ ഇന്ത്യക്ക് ഉണ്ടാകുന്നത്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ഔട്ട്വേർഡ് റെമിറ്റൻസസും ഇൻവേർഡ് റെമിറ്റൻസസും തമ്മിലുള്ള വാല്യൂല് ഡിഫറൻസ് ആണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഈ ട്രേഡ് ഡെഫിസിറ്റ് നല്ല രീതിയിൽ കുറഞ്ഞാൽ ചിലപ്പോൾ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്ത്യക്ക് കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ഉണ്ടാവാൻ പോവുകയാണെന്ന് ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയായാലും നമ്മൾ അങ്ങനെ ഭയങ്കര സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇനിയിപ്പോ അങ്ങോട്ട് ഈ പറഞ്ഞ ഈ സീ റൂട്ടുകളിലൊക്കെ ഈ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ചുറ്റിത്തിരിഞ്ഞ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയൊക്കെയാണ് നമ്മളുടെ എക്സ്പോർട്ടേഴ്സ് സാധനങ്ങൾ കൊണ്ടൊക്കെ പോകുന്നത്. അപ്പോൾ അവരുടെ എക്സ്പോർട്ടിംഗ് കോസ്റ്റ് കൂടും. അങ്ങനെ ആകുമ്പോഴത്തേക്ക് അവരുടെ പ്രോഡക്റ്റുകൾ അവർ കൊണ്ടുവന്ന രാജ്യങ്ങളിൽ കോമ്പറ്റേറ്റീവ് അല്ലാതെ മാറും. കാര്യം വില കൂട്ടി വിൽക്കാൻ നോക്കിയ ആൾക്കാർ വാങ്ങത്തില്ലല്ലോ. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷമൊക്കെ മൂർച്ഛിച്ചൊരു യുദ്ധമായിട്ട് അങ്ങനെ മാറിയാൽ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉള്ള ടെർബുലൻസസ് വേൾഡിൽ ഉണ്ടാവും. പിന്നീട് പല രാജ്യങ്ങളും ഭയങ്കര പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ട് മാറി മറ്റു രാജ്യങ്ങളിൽ നിന്നും സാധനങ്ങളൊന്നും വാങ്ങാതെ സ്വന്തമായിട്ട് ഉത്പാദിപ്പിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അതൊക്കെ ഇന്ത്യയുടെ ഭാവിയിലുള്ള എക്സ്പോർട്ടിനെ ബാധിക്കും. അതുകൊണ്ട് അങ്ങനെ അത്ര ഹാപ്പി ഒന്നും ആവണ്ടെന്നുള്ള രീതിയിലുള്ള എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഇവിടെ പറയാനുള്ളത്. അപ്പൊ ആ എഡിറ്റോറിയൽ മസ്റ്റ് ആയിട്ട് വായിക്കുക. പിന്നെ ഇന്ത്യസ് നുവാൻസ്ഡ് അപ്രോച്ച് ഇൻ ദ സൗത്ത് ചൈന സീ എന്ന് പറഞ്ഞൊരു ന്യൂസ് കാണാം. അതായത് സൗത്ത് ചൈന സീയിൽ ഇന്ത്യ ഇപ്പം മുമ്പൊന്നും ചൈനയെ അങ്ങനെ പിണക്കാത്ത രീതിയിലുള്ള സമീപനമായിരുന്നു ഇന്ത്യ സ്വീകരിക്കുന്നത്. അവിടുത്തെ ആസിയാൻ എന്ന് പറഞ്ഞ രാജ്യങ്ങൾ, ആസിയാൻ എന്ന് പറഞ്ഞാൽ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ്, ഇന്ത്യയുടെ
ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞ ഈ ആസിയാനും വേണ്ടിയിട്ടുള്ള ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞ ആക്ട് ഈസ്റ്റ് പോളിസി എന്ന് പറഞ്ഞാൽ ആസിയാൻ കൺട്രീസ് എന്നറിയപ്പെടുന്ന അസോസിയേഷൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നറിയപ്പെടുന്ന 10 രാജ്യങ്ങൾ, സിംഗപ്പൂർ, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, വിയറ്റ്നാം, കംബോഡിയ, അതുപോലുള്ള 10ഓളം രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവരെ ചൈനയിട്ട് കഷ്ടപ്പെടുത്തുമ്പോഴും ഇന്ത്യ പലപ്പോഴും സൗത്ത് ചൈന സീയിൽ വ്യക്തമായ സ്റ്റാൻഡ് എടുക്കൂലായിരുന്നു. കാര്യം ചൈനയെ പിണക്കേണ്ടത് കരുതിട്ട്. പക്ഷെ ഇപ്പൊ ഇന്ത്യ അത് സ്റ്റോപ്പ് ചെയ്തു. സൗത്ത് ചൈന സീൽ ഇന്ത്യ വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കുന്നു. ഇപ്പൊ ഫിലിപ്പൈൻസും ചൈന ആയിട്ട് വലിയ വിഷയമുണ്ട്. അപ്പൊ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഫിലിപ്പൈൻസിൽ പോയിട്ട് ഫിലിപ്പൈൻസിന്റെ പ്രസിഡന്റിനെ മീറ്റ് ചെയ്തിട്ട് ഇന്ത്യ പൂർണ്ണ സപ്പോർട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഫിലിപ്പൈൻസിനാണ് നമ്മളിപ്പോ ബ്രഹ്മോസ് മിസൈലും കൊടുത്തത് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അത് എന്തുകൊണ്ടാണ് ചൈനയുടെ കയ്യിരിപ്പോണ്ടാണ്. ചൈന ഇന്ത്യയുടെ അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ പ്രദേശങ്ങൾ അവരാണെന്ന് പറഞ്ഞിട്ട് അവർ പേര് വരെ മാറ്റി അവരുടെ പേരൊക്കെ ഇടുകയാണ് നമ്മൾ അരുണാചലിനൊക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് കുറച്ചുകൂടി അസർട്ടീവ് ആയിട്ടുള്ള സ്റ്റാൻഡ് നമ്മൾ സൗത്ത് ചൈന സീയിൽ എടുക്കുകയാണ്. അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ് ഈ സെക്കൻഡ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആർട്ടിക്കിൾ എ വേൾഡ് ഇൻ ഡിസറേ കൺസേൺ അബൌട്ട് ദ ഫ്യൂച്ചർ എന്ന് പറയുന്ന ആർട്ടിക്കിൾ. ഇത് നല്ലൊരു ആർട്ടിക്കിൾ വേണമെന്നുള്ളവർക്ക് വായിച്ചു നോക്കാം. ഈ ലോകം ഇപ്പൊ ഏതൊക്കെ രീതിയിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്രായേൽ ഹമാസ് വാർ, ചിലപ്പോൾ ഇസ്രായേൽ ഇറാൻ വാർ ഉണ്ടാവാം. ഓൾറെഡി യുക്രൈൻ റഷ്യ വാർ ഉണ്ട്. ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. ഇതിലൊന്നും വ്യക്തമായി ഇടപെടാൻ പറ്റാത്ത US എന്ന് പറഞ്ഞൊരു സൂപ്പർ പവർ, ചൈന മറ്റൊരു സൂപ്പർ പവർ ആയ മാറാൻ ഒരു ശ്രമിക്കുന്നുണ്ടെങ്കിലും അവർക്ക് ഈ പ്രശ്നങ്ങളിൽ നേരെ ഇടപെടാൻ പറ്റുന്നില്ല. അതുപോലെ റഷ്യൻ പ്രസിഡന്റിനോ അല്ലെങ്കിൽ യുക്രൈൻ പ്രസിഡന്റിനോ ഒന്നും യുദ്ധം തീർക്കുന്നതിൽ യാതൊരു താല്പര്യമില്ല. അതിനെക്കുറിച്ചൊക്കെ നീ പറയുന്നുണ്ട്. അതുപോലെ ഹമാസ് ഇസ്രായേൽ തമ്മിലുള്ള പ്രോബ്ലം തീർക്കാൻ ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്ററായ ബെഞ്ചമിൻ നെതന്യാഹുവിന് താല്പര്യമില്ല. അങ്ങനെ ആകെപ്പാടെ ലോകം ഒരു കയോട്ടിക് സിറ്റുവേഷനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. പിന്നെ അതിനടുത്ത പേജ് പോകുമ്പോൾ ഈസ് ദ ഗവൺമെന്റ് ജസ്റ്റിഫൈഡ് ഇൻ ടാർഗറ്റിംഗ് ടെററിസ്റ്റ് ഔട്ട്സൈഡ് ദ ബോർഡർ. ഇന്ത്യ മോർ ദാൻ 20 ടെററിസ്റ്റുകളെ പാകിസ്ഥാനിൽ വച്ച് കില്ല് ചെയ്തു എന്നൊക്കെ ഇപ്പൊ ഒരു ന്യൂസ് വന്നിട്ടുണ്ട്, ഗാർഡിയൻ ന്യൂസ് പേപ്പറിന്റെ ഒക്കെ. അപ്പം അത് ഒരു ജസ്റ്റിഫയബിൾ ആയിട്ടുള്ള കാര്യമാണെന്നുള്ള ഡിസ്കഷനാണ്. അപ്പൊ അത് താല്പര്യമുള്ളവർ വായിച്ചു നോക്കുക. പിന്നെ അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ വൈ ഹാവ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഡ്രോപ്ഡ് എന്ന് പറഞ്ഞൊരു സംഭവം. പിന്നെ വാട്ട് ഈസ് ദ ഭോജശാല കമൽ മൗല കോംപ്ലക്സ് ഡിസ്പ്യൂട്ട്. ഇത് സംഭവം വേറൊന്നുമല്ല, മധ്യപ്രദേശിൽ ഒരു ടെമ്പിൾ മസ്ജിദ് പ്രശ്നം വന്നേക്കാണ്. ഈ കമൽ മൗല എന്ന് പറയുന്ന ഒരു മോസ്ക് ഉണ്ട്, കമൽ മൗല. അത് വാഗ്ദേവി ടെമ്പിൾ ആയിരുന്നു. അതിന്റെ മുകളില് പഴയ ഒരു മുഗൾ ഭരണാധികാരി ഈ ഒരു പള്ളി, കമൽ മൗല പള്ളി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞ് പ്രശ്നമായി. ഇപ്പൊ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ASI അവിടെ സർവേ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുക, അതിന്റെ യഥാർത്ഥ റിലീജിയസ് സ്ട്രക്ചർ എന്തായിരുന്നു മനസ്സിലാക്കാൻ വേണ്ടി. പിന്നെ അതിനടുത്ത പേജുകളിലേക്ക് പോകുമ്പോ ഇത് മസ്റ്റായിട്ട് പഠിക്കണം. വൈസ് അഡ്മിറൽ ത്രിപാഠി ടു ബി ദ നെക്സ്റ്റ് നേവി ചീഫ്. മലയാളിയായിരുന്ന R ഹരികുമാർ ആയിരുന്നു ഇന്ത്യയുടെ നേവൽ ചീഫ്. അദ്ദേഹം റിട്ടയർ ആവാൻ പോയാണ്. ഇനി ദിനേശ് കുമാർ ത്രിപാഠി അദ്ദേഹം ആവാൻ പോകുന്നേ ഉള്ളൂ, ആയില്ല. ഇപ്പൊ അദ്ദേഹത്തിന് സെലക്ട് ചെയ്തു, ദിനേശ് കുമാർ ത്രിപാഠി ന്യൂ അഡ്മിറൽ എന്നാ പറഞ്ഞ നേവിയുടെ ചീഫിന്. ഓക്കെ, ഈ നെക്സ്റ്റ് പേജ് നമുക്ക് ആവശ്യമില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ ആക്ടിവിറ്റി ബേസ്ഡ് കരിക്കുലം ഡ്രാൺ അപ്പ് ഫോർ അംഗൻവാടീസ്. അത് അംഗൻവാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP-യിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അംഗൻവാടീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം 3 വയസ്സ് തൊട്ട് 16 വയസ്സ് വരെയാണ് പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കുട്ടികൾക്ക് മസ്റ്റായിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. മുമ്പ് 6 വയസ്സ് തൊട്ട് 14 വയസ്സ് വരെ ആയിരുന്നു, അത് മാറിയാണ്. അപ്പൊ 3 വയസ്സ് തൊട്ടാകുമ്പോൾ അംഗൻവാടീസ്. അപ്പൊ അംഗൻവാടീസിന് കുട്ടികളുടെ ഡെവലപ്മെന്റിൽ വലിയ ഒരു സ്വാധീനം ചെലുത്താൻ കഴിയും. അപ്പൊ അവർക്ക് വേണ്ടി പുതിയ കരിക്കുലം ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ പോവുകയാണ്. അതിനെ കുറിച്ചുള്ള ആർട്ടിക്കിളാണ്. പിന്നെ ഇന്ത്യ പുതിയൊരു മിസൈൽ ഡെവലപ്പ് ചെയ്ത് അത് പരീക്ഷിച്ചു. പക്ഷെ ആ മിസൈലിന്റെ പേരൊന്നും ഇത് ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തൽക്കാലം നിങ്ങൾ പഠിക്കേണ്ട. ഡെവലപ്പ് ചെയ്ത DRDO ആണ്. ഇന്ത്യയുടെ മിസൈൽസ് മിക്കുന്ന ഡെവലപ്പ് ചെയ്യുന്ന DRDO തന്നെയാണ്, ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ. ചാന്ദിപ്പൂരിൽ നിന്നാണ് ഇത് പരീക്ഷിച്ചത്. ഒഡീഷയിലാണ് ചാന്ദിപ്പൂർ. ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണങ്ങൾ മിക്കതും നടക്കുന്ന ഒഡീഷയുടെ കോസ്റ്റിൽ നിന്നാണ്. ഇപ്പം APJ അബ്ദുൽ കലാം ഐലൻഡ്, ചാന്ദിപ്പൂർ, ഇതെല്ലാം ഒഡീഷയിലാണ്. പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള വേൾഡ് ക്രാഫ്റ്റ് സിറ്റി ആയിട്ട് ശ്രീനഗർ സെലക്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നൊരു ന്യൂസ് ഉണ്ട്. നമ്മൾ അതും എഴുതി പഠിക്കേണ്ട കാര്യം, സാധ്യത ഉണ്ടെന്നേ ഉള്ളൂ. അതിന്റെ ഒറിജിനൽ ന്യൂസ് വരട്ടെ, എന്നിട്ട് നമുക്കത് പഠിക്കാം. വേൾഡ് ക്രാഫ്റ്റ് സിറ്റീസ് എന്ന് പറഞ്ഞ ഓരോ രാജ്യത്തു നിന്ന് ഓരോ സിറ്റികളെ സെലക്ട് ചെയ്യും, ക്രാഫ്റ്റ് സിറ്റീസ്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് മിക്കവാറും ശ്രീനഗർ ആയിരിക്കും സെലക്ട് ചെയ്യപ്പെടാൻ പോകുന്നതെന്നൊരു ന്യൂസ് ഉണ്ട്. അത് ശ്രീനഗർ ആണെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ ഒരു സംഭവം ഉള്ളതെന്ന് വെച്ചാൽ WHO ഡിഫൈൻസ് പാത്തോജൻസ് ദാറ്റ് ട്രാൻസ്മിറ്റ് ത്രൂ എയർ. അതായത് ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, കോവിഡ് സമയത്തൊക്കെ COVID-19 പാത്തോജൻസ് ഒക്കെ എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം ഇതിന് കോമൺ ആയിട്ടൊരു വാക്കില്ലായിരുന്നു. ഇതുപോലുള്ള എയറിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന പാത്തോജൻസിന്
ഒരു നോമൻ ക്ലേച്ചർ ഉണ്ടായിരുന്നു, പക്ഷേ WHO ഒരു പുതിയ നോമൻ ക്ലേച്ചർ ഉണ്ടാക്കിയിരിക്കുകയാണ്. IRP എന്നാണ് അതിന്റെ ഷോർട്ട് ഫോം, എക്സ്പാൻഷൻ ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ് എന്നാണ്. ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്, ഇൻഫെക്ഷ്യസ് റെസ്പിറേറ്ററി പാർട്ടിക്കിൾസ്. ഇനി അടുത്ത പേജിൽ പോകുമ്പോൾ ഇൻഫോസിസുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് കാണാം. ഇന്ത്യയിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഇൻഫോസിസ്. ഫസ്റ്റ് TCS ആണ്, തേർഡ് വിപ്രോ ആണ്. പിന്നെ NBBL SBI എനേബിൾ NCMC റീചാർജ് ഓൺ ഭാരത് ബിൽ പേ എന്ന ന്യൂസ് കാണാം. NBBL എന്താണെന്ന് വെച്ചാൽ NPCI നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഭാരത് ബിൽ പേ ലിമിറ്റഡ് എന്നുള്ളതാണ് NBBL. NPCI ഭാരത് ബിൽ പേ ലിമിറ്റഡ് എന്നാണ് ഉള്ളതാണ് NBBL എന്ന് പറയുന്നത്. അത് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഫുള്ളി ഓൺഡ് സബ്സിഡിയറിയാണ് NPCI ഭാരത് ബിൽ പേ ലിമിറ്റഡ് NBBL. അവരും SBIയും ചേർന്ന് ഒരു NCMC ഡെവലപ്പ് ചെയ്ത്. NCMC എന്ന് പറഞ്ഞാൽ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്. NCMC എന്ന് പറഞ്ഞാൽ നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്. ഈ ട്രാവലേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാർഡാണ് ഈ NCMC നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ് എന്ന് പറയുന്നത്. അത് പല കമ്പനികളുടെ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, NCMC നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്. ഇപ്പോൾ SBI സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു NCMC ഇറക്കി, നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്. ആരുമായിട്ട് ചേർന്നാണ്? നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ NBBL ആയിട്ട് ചേർന്നത്. NBBL എന്ന് പറഞ്ഞാൽ NPCI ഭാരത് ബിൽ പേ ലിമിറ്റഡ് എന്നുള്ളതിന്റെ ഷോർട്ട് ഫോമാണ്. പിന്നെ അശോക് ലൈലൻഡിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. അശോക് ലൈലൻഡിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കൊമേഴ്സ്യൽ വെഹിക്കിൾ മാനുഫാക്ചർ ആണ്. ഒന്നാമത്തെ ടാറ്റയാണ് കൊമേഴ്സ്യൽ വെഹിക്കിൾ മാനുഫാക്ചർ. നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ ഇന്നത്തെ ഹിന്ദുവിൽ എഡിറ്റോറിയൽ ഇതിനെ കുറിച്ചായിരുന്നു. US ടു വോട്ട് അഗെയിൻസ്റ്റ് പാലസ്റ്റീൻ ബിഡ് ഫോർ ഫുൾ UN മെമ്പർഷിപ്പ്. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ ഇറാൻ US പറഞ്ഞേക്കുന്നു അവര് യാതൊരു വിധത്തിലും ഈ പറഞ്ഞ വെസ്റ്റ് ഏഷ്യയിലെ ടെൻഷൻസ് ഇൻക്രീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞേക്കുന്നു. അതായത് ഇപ്പൊ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രൊവോക്കേഷൻ ഉണ്ടായാലും ഇറാൻ തിരിച്ച് അറ്റാക്ക് വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഈ ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് ഉണ്ട്. ഇന്തോനേഷ്യയിൽ വോൾക്കാനോസ് ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. അവിടെ ഒരു വോൾക്കാനോ ഇറപ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ആ വോൾക്കാനോയുടെ പേര് മൗണ്ട് റോങ് എന്നാണ്. മൗണ്ട് ഒരു ആക്റ്റീവ് വോൾക്കാനാണ് മൗണ്ട് റോങ്, RUANG. അപ്പൊ ഇത് മൗണ്ട് റോങ് എന്ന് പറഞ്ഞ വോൾക്കാനോ ഇന്തോനേഷ്യയിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഫോട്ടോ ഉണ്ട്. ഇപ്പം അതിന് ആഷസും ഒക്കെ ഇങ്ങനെ വരുന്നൊരു ഫോട്ടോ, സ്മോക്കും ഒക്കെ. പിന്നെ ചൈനയുടെ പ്രസിഡന്റ് അല്ല, ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ഇപ്പോ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റിനെ മീറ്റ് ചെയ്തൊരു ന്യൂസ് ഉണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ജോക്കോ വിഡോഡോ ആണ് ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ്. ഇങ്ങനെ കുറച്ചു കാലം കൂടെ ഉള്ളു. പുതിയ പ്രസിഡന്റ് സെലക്ട് ചെയ്തു. പുതിയ പ്രസിഡന്റിന്റെ പേര് പ്രബോവോ സുബിയാന്തോ എന്നാണ്. പ്രബോവോ സുബിയാന്തോ പുതിയ പ്രസിഡന്റ് ആവാൻ പോണ ആളാണ്. പിന്നെ സ്പോർട്സ് പേജിൽ എന്നത്തെ പോലെ IPL, അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അതിന്റെ അടുത്ത പേജിൽ എല്ലാ ദിവസത്തെ പോലെ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ആണ്. അതിനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. പിന്നെ തോമസ് കപ്പിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. പുരുഷന്മാരുടെ ബാഡ്മിന്റൺ ടൂർണമെന്റ് ആണ്. പുരുഷന്മാരുടെ ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് തോമസ് കപ്പ്. അതിൽ ഇപ്പോഴത്തെ ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. പിന്നെ തോമസ് കപ്പ്, യൂബർ കപ്പ് എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ സെയിം ടീം ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ആണ് യൂബർ കപ്പ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തെടുക്കും. അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടതിന് ശേഷം നോട്ട്സ് ഒക്കെ എഴുതിയെടുക്കാം. താങ്ക് യു.